രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് 10% ഉയർന്ന് 118 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ആഗസ്റ്റ് മാസത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം 29.7% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. വളരെ വലിയ വോളറ്റിലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഓല ഇലക്ട്രിക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഓല ഇലക്ട്രിക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ്മാൻ സൺസ്, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ബാങ്ക് ഓഫ് അമേരിക്ക ബൈ എന്ന റേറ്റിംഗും 145 രൂപയുടെ ടാർഗറ്റും, ഗോൾഡ്മാൻ സൺസ് ബൈ എന്ന റേറ്റിംഗും 160 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗോൾഡ്മാൻ സൺസ് 35% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക 22% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ വിവിധ ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ടു വീലർ മാർക്കറ്റിൽ, അതായത് ഇലക്ട്രിക് ടു വീലർ മാർക്കറ്റിൽ കമ്പനി സിഗ്നിഫിക്കൻ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യും എന്നാണ് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയുടെ ലോങ് ടൈം സ്ട്രക്ചറൽ ട്രെൻഡ്സ് കമ്പനിക്ക് അനുകൂലമായി പ്രവർത്തിക്കും. കൂടാതെ 2027 ഫിനാൻഷ്യൽ ഇയറോട് കൂടി എബിറ്റയിൽ ബ്രേക്ക് ഇവൻ പ്രതീക്ഷിക്കാം. 2024-30 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് 40% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ചേക്കും. 2030 ഫ്രീ ക്യാഷ് ഫ്ലോയിൽ ബ്രേക്ക് ഇവൻ സംഭവിച്ചേക്കാം. കൂടാതെ വരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമ്പനിയുടെ എബിറ്റ മാർജിൻ 12% ഉയരാനും കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ROIC 27% ഉയരാനും സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകൾ പരിഗണിച്ചാണ് ഗോൾഡ്മാൻ സൺസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക ഓല ഇലക്ട്രിക് എന്ന കമ്പനിയുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ലീഡർഷിപ്പ് പരിഗണിച്ചാണ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അതേസമയം കമ്പനിയുടെ ബാറ്ററി ടെക്നോളജിയെക്കുറിച്ചുള്ള ചില കൺസേണുകൾ ബാങ്ക് ഓഫ് അമേരിക്ക പങ്കുവച്ചിട്ടുമുണ്ട്. എന്നിട്ടും ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു വർത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 22% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ടു വീലർ ഇലക്ട്രിക് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ സിഗ്നിഫിക്കൻ്റ് മാർക്കറ്റ് ഷെയറുള്ള കമ്പനിയാണ്. 4 ലീഡിംഗ് കമ്പനികളിൽ ഒരു കമ്പനിയാണ് ഓല ഇലക്ട്രിക് എന്ന കമ്പനി. TVS, ബജാജ്, ഓല ഇലക്ട്രിക്, ഹീറോ തുടങ്ങിയ 4 കമ്പനികളാണ് ഇന്ത്യയിലെ ടു വീലർ ഇലക്ട്രിക് മാർക്കറ്റിലെ ഡൊമിനൻ്റ് പ്ലെയർ. 30%-ലധികം മാർക്കറ്റ് ഷെയറുള്ള കമ്പനിയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം 60 ലക്ഷം വെഹിക്കിളുകൾ കമ്പനിക്ക് സെയിൽസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻ ഡെപ്ത് മാർക്കറ്റ് പെനട്രേഷൻ കമ്പനിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ ഫാക്റ്റുകളൊക്കെ പരിഗണിച്ചാണ് കമ്പനിക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിന് 125 രൂപയുടെ നിയർ ടൈം ടാർഗറ്റ് റെലിഗർ എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയിട്ടുണ്ട്. 105 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഹെവി വോളിയം ബൈയിങ്ങും കാണാൻ സാധിച്ചു. എന്നാൽ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് അത്ര മികച്ചതല്ല. ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കിയാലും ലോസ് വർദ്ധിച്ചു വരികയാണ്. 267 കോടിയിൽ നിന്നും ലോസ് 347 കോടിയിലേക്കാണ് ഉയർന്നത്. ടെക്നിക്കലി സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നതിന് ശേഷം 107 രൂപയ്ക്കടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 118 രൂപ വരെ സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. ഇവിടെ നിന്നും 125 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 105 രൂപയുടെയോ അല്ലെങ്കിൽ 100 രൂപയുടെയോ സൈക്കോളജിക്കൽ സപ്പോർട്ടിനെയാണ് അടുത്ത സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആഗസ്റ്റ് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ച ചില മിഡ് ക്യാപ് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ICICI ഡയറക്റ്റിൻ്റെ റിസർച്ച് റിപ്പോർട്ടാണ്. ആഗസ്റ്റ് മാസത്തിൽ ഇറാഡ എന്ന കമ്പനിയുടെ 30 ലക്ഷം ഷെയറുകളാണ് വിവിധ മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്തത്. ഏകദേശം 72 കോടി രൂപയ്ക്ക് തുല്യമായ ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ 248 ലക്ഷം ഷെയറുകൾ, അതായത് 185 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യുള്ള ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ 58 ലക്ഷം ഷെയറുകൾ, 6420 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യുള്ള ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ചു. കോൾഗേറ്റ് പാമോലിവിൻ്റെ 92 ലക്ഷം ഷെയറുകൾ, അതായത് 3363 കോടി രൂപയുടെ ഷെയറുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ചത്. സുന്ദരം ഫിനാൻസിൻ്റെ 57 ലക്ഷം ഷെയറുകൾ, അതായത് 2904 കോടി രൂപയുടെ തുല്യമായ ഷെയറുകൾ. ഓയിൽ ഇന്ത്യയുടെ 1272 ലക്ഷം ഷെയറുകൾ, അതായത് 9424 കോടി രൂപയുടെ ഷെയറുകളാണ് വിവിധ ഫണ്ട് ഹൗസുകൾ വിറ്റഴിച്ചത്. ഡിക്സൺ ടെക്നോളജിയുടെ 99 ലക്ഷം ഷെയറുകൾ, 13079 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഷെയറുകൾ ആഗസ്റ്റ് മാസത്തിൽ വിവിധ മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ വിറ്റഴിച്ചിട്ടുണ്ട്.
റെയിൽ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ 44 ലക്ഷം ഷെയറുകൾ, അതായത് ഏകദേശം 268 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ വരുന്ന ഷെയറുകൾ വിറ്റഴിച്ചു. ഇൻഡസ് ടവറിൻ്റെ 3191 ലക്ഷം ഷെയറുകൾ, അതായത് 14,630 കോടി രൂപയുടെ ഷെയറുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ചത്. അശോക് ലൈലാൻഡിൻ്റെ 1744 ലക്ഷം ഷെയറുകൾ, 4472 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ വരുന്ന ഷെയറുകൾ ആഗസ്റ്റ് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഇവിടെ മ്യൂച്വൽ ഫണ്ടുകളുടെ ബൈ സെൽ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏതൊക്കെ സ്റ്റോക്കുകളിൽ ബെറ്റ് ചെയ്യുന്നു എന്നുള്ള ഫാക്റ്റിനെക്കുറിച്ച് ഒരു റഫ് ഐഡിയ കിട്ടും. ഇവിടെ ഇറാഡ എന്ന സ്റ്റോക്കിനെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇറാഡ എന്ന സ്റ്റോക്ക് ആൾറെഡി ഡൗൺവേർഡ് ട്രെൻഡിലാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് സ്റ്റോക്ക് ശ്രമിച്ചെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ ഫെയിൽ ആവുകയും സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വരും സമയങ്ങളിൽ ഇറാഡയിൽ ഗവൺമെൻറ് OFS അല്ലെങ്കിൽ സ്റ്റേക്ക് സെയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കമ്പനിയുടെ MD സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ചിലപ്പോൾ ബിയറിഷ് ആകാൻ സാധ്യതയുണ്ട്. 222 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട്. 222 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 200 എന്ന സോണിലേക്ക് ഇടിഞ്ഞേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്